റൈറ്റ്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അക്കൗണ്ടിങ്ങിൽ ഒരു മേജർ കൺസെപ്റ്റാണ് മാച്ചിങ് കൺസെപ്റ്റ്. പലപ്പോഴും കൊമേഴ്സ് ഗ്രാജുവേറ്റ്സിന് അതേപോലെ കൊമേഴ്സ് സ്റ്റുഡൻസിന് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ട് ഫീൽ ചെയ്യാറുള്ള ഒരു കോൺസെപ്റ്റാണിത്. ഓക്കെ, നമുക്ക് എന്തുകൊണ്ട് ഇത് ഡിഫിക്കൽട്ട് ആയിട്ട് ഫീൽ ചെയ്യുന്നു എന്നുള്ളതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അവർ ജേണൽ എൻട്രീസ് മഗപ്പ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത് കൊണ്ടാണ്. ബട്ട് നമുക്ക് ഒരിക്കൽ ഇതിന്റെ കൺസെപ്റ്റ് എന്താണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏത് സിറ്റുവേഷൻ തന്നു കഴിഞ്ഞാലും വളരെ ഈസി ആയിട്ട് നമുക്ക് ജേണൽ എൻട്രീസ് പാസ് ചെയ്യാൻ കഴിയും. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ. ഫസ്റ്റ്, എന്താണ് മാച്ചിങ് കൺസെപ്റ്റ്? മാച്ചിങ് നമുക്കറിയാം അല്ലെ. മാച്ചിങ് എന്ന് പറഞ്ഞാൽ ഒന്നിനോട് ഒന്നിനെ മാച്ച് ചെയ്യിക്കുക. അതിനാണ് ഇവിടെയും പറയുന്നത്. ഇവിടെ എന്താ പറയുന്നത്? എക്സ്പെൻസസ് ഇൻകേർഡ് ഇൻ എൻ അക്കൗണ്ടിങ് പീരിയഡ് ഷുഡ് ബി മാച്ച്ഡ് വിത്ത് റവന്യൂ ഡ്യൂറിങ് ദാറ്റ് പീരിയഡ്. നമ്മൾ എപ്പോഴും ഈ പ്രോഫിറ്റ് എന്ന് പറയുന്ന സാധനം, ഓക്കെ, പ്രോഫിറ്റ് ഓർ ലോസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതായിരിക്കും ഒരു പെർട്ടിക്കുലർ പീരിയോഡിലോട്ടായിരിക്കും. നമ്മളിപ്പോ ഒരു മന്തിലോട്ടായിരിക്കാം, അല്ലെങ്കിൽ ക്വാർട്ടറിലോട്ടായിരിക്കാം, സെമി ആനുവലായിരിക്കാം, എനിത്തിങ്. ഓക്കെ, നമ്മളൊരു പെർട്ടിക്കുലർ പീരിയോഡിലോട്ടായിരിക്കും പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവും. എങ്ങനെയാണ് നമ്മൾ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക? ഓഫ് കോഴ്സ് നമ്മുടെ വരുമാനത്തിൽ നിന്ന് നമ്മുടെ എക്സ്പെൻസ് കുറയ്ക്കുന്നു. റവന്യൂ മൈനസ് എക്സ്പെൻസസ് ആണ് എന്ത്? പ്രോഫിറ്റ്. ഇതിലാർക്കും ഡൗട്ട് ഇല്ലല്ലോ. അപ്പോ നമ്മൾ ഒരു പീരിയോഡിലോട്ട് ഉള്ള റവന്യൂ ബുക്ക് ചെയ്യുമ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എക്സ്പെൻസുകളും ആ പീരിയഡിൽ തന്നെ ബുക്ക് ചെയ്യണം. അത് റവന്യൂനോട് എന്ത് ചെയ്യണം? എക്സ്പെൻസുകൾ മാച്ച് ചെയ്യിക്കണം. നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന റവന്യൂ എത്രയാണോ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എക്സ്പെൻസുകളും ആ പീരിയഡിൽ തന്നെ ബുക്ക് ചെയ്തിരിക്കണം. നമുക്കൊരു എക്സാമ്പിളിലൂടെ പോവാം. ഓക്കെ, ഇപ്പോൾ നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് വെക്കാം. നമ്മളൊരു അപ്പാരൽസിന്റെ ബിസിനസ് ആണ്, ഡ്രസ്സിങ് ക്ലോത്ത്സ് ആണ് നമ്മുടെ ബിസിനസ് എന്ന് വെക്കാം. ഓക്കെ, നിങ്ങളൊരു മന്ത്, ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ മന്ത് എടുക്കാം, നവംബർ മന്തിൽ നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, നിങ്ങൾ ആ മന്തില് നിങ്ങൾക്കൊരു ഷോപ്പ് ഉണ്ട്, നിങ്ങൾ അവിടെ സെയിൽ ചെയ്യാണ്. നിങ്ങൾ എന്ത് ചെയ്തു? ആ മന്തില് 50 ക്വാണ്ടിറ്റി ക്ലോത്ത്, ഓക്കെ, ടീഷർട്ട് എടുക്കാം. ഓക്കെ, നിങ്ങൾ 50 ടീഷർട്ട്സ്, ഒരു ടീഷർട്ടിന് 1000 rupees വെച്ച് 50 ടീഷർട്ട്. അപ്പൊ നമുക്ക് ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് ₹50,000 ആണ്. നമ്മൾ 50 ടീഷർട്ട്സ്, ഒരു ടീഷർട്ടിന് 1000 rupees വെച്ച് ടോട്ടലി നമുക്ക് എത്ര റവന്യൂ ജനറേറ്റ് ചെയ്തു? 50,000 റവന്യൂ ജനറേറ്റ് ചെയ്തു. റൈറ്റ്, അതവിടെ നിൽക്കട്ടെ. ആ മന്തില് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പർച്ചേസ് ചെയ്തിട്ടുണ്ട്. എത്രയാണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത്? 200 ക്വാണ്ടിറ്റി ടീഷർട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു പെർട്ടിക്കുലർ മന്ത്, നവംബർ മന്തിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ചിലവായിട്ടുള്ളത് ഒരു ടീഷർട്ടിന് 500 rupees ആണെന്ന് വെച്ചോളൂ. ഓക്കെ, ഒരു ടീഷർട്ടിന് 500 rupees വെച്ച് നമ്മൾ 200 ടീഷർട്ട് ആ ഒരു നവംബർ മന്തിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ടോട്ടലി നമുക്ക് വന്നിട്ടുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് 1 lakh rupees ആണ്. പ്ലസ് നമുക്ക് ആ ഒരു മന്തിന്, നവംബർ മന്തിൽ എന്തുണ്ട്? റെന്റ് കൊടുക്കണം. ഒരു 10,000 rupees റെന്റും നമ്മൾ കൊടുത്തു. ഓക്കെ, റൈറ്റ്. ഇതാണ് നമ്മുടെ റവന്യൂ, അതേപോലെ തന്നെ എക്സ്പെൻസും. ഇനി നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത്, ജസ്റ്റ് ഒന്ന് മൈൻഡ് കാൽക്കുലേഷൻ അല്ലെങ്കിൽ ഒരു ബുക്കിൽ എഴുതിയിട്ട് എത്രയാണ് ഇവിടെ ഉള്ള പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എന്നുള്ളത് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അത് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം മാത്രം വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. റൈറ്റ്, ജസ്റ്റ് നോക്കുക. റവന്യൂ 50,000, നമുക്ക് വന്ന കോസ്റ്റ്, പർച്ചേസിന്റെ കോസ്റ്റ് ഉണ്ട്, റെന്റിന്റെ കോസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ആ ഒരു നവംബർ മന്തിൽ എത്ര ആയിരിക്കും നിങ്ങളെ പ്രോഫിറ്റ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. റൈറ്റ്, ഹോപ്പ് എവരിവൺ ഡിഡ് ദാറ്റ് പ്രോബ്ലം. ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഈ ആൻസർ ആണോ നോക്കിയേ? 50,000 സെയിൽസ് മൈനസ് കോസ്റ്റ് എന്തൊക്കെയാണ്? പർച്ചേസ് കോസ്റ്റ് 1 lakh ഉണ്ട്, അതേപോലെ തന്നെ റെന്റ് 10,000 ഉണ്ട്. ഓക്കെ, ടോട്ടൽ നമുക്ക് എത്ര വന്നു? 1,10,000 കോസ്റ്റ് വന്നു. നമ്മുടെ റവന്യൂ എന്ന് പറയുന്നത് 50,000 ആണ്. അൾട്ടിമേറ്റ്ലി നമുക്ക് 60,000 ലോസ് വന്നു. ഇതാണോ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആൻസർ? ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആൻസർ എന്നുണ്ടെങ്കിൽ ഈ ആൻസർ തെറ്റാണ്. ഓക്കെ, ആൻസർ തെറ്റാണ്. നമുക്ക് നോക്കാം. നമ്മൾ എന്താ പറയുന്നത്? ഒരു പീരിയോഡിലോട്ട്, ഒരു പെർട്ടിക്കുലർ പീരിയോഡിലോട്ട് ആ റവന്യൂ ജനറേറ്റ് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ള എക്സ്പെൻസുകളാണ് ആ പീരിയോഡിലോട്ട് വരുന്ന എക്സ്പെൻസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 50 ക്വാണ്ടിറ്റിയെ നമ്മൾ സെയിൽ ചെയ്തിട്ടുള്ളൂ ആ പീരിയഡ്. അപ്പൊ ആ 50 ക്വാണ്ടിറ്റിക്ക് നമുക്ക് ചെലവായിട്ടുള്ള കോസ്റ്റ് മാത്രമേ നമ്മൾ ആ പീരിയഡിൽ റെക്കഗ്നൈസ് ചെയ്യാൻ പാടുള്ളൂ.
ഓക്കെ, നിങ്ങളിപ്പോൾ ചെയ്തിട്ടുള്ള കാൽക്കുലേഷൻ നിങ്ങൾ ശരിയായിട്ടുള്ളവരുണ്ടായിരിക്കാം, ഞാൻ ജനറലി പറയുകയാണ്. സപ്പോസ് ഇതേ കാൽക്കുലേഷൻ ആണ് നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ 50 ക്വാണ്ടിറ്റി സെയിൽ ചെയ്യാൻ നമുക്ക് എത്ര കോസ്റ്റ് വന്നിട്ടുണ്ട്, അത് മാത്രമാണ് നമ്മളെ കോസ്റ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പാടുള്ളൂ. നമുക്ക് നോക്കാം. ഇപ്പോൾ സെയിൽസ് ഇങ്ങനെ തന്നെ, അതേപോലെ തന്നെ 50 ക്വാണ്ടിറ്റി സെയിൽ ചെയ്യാൻ നമുക്ക് എത്രയാണ് കോസ്റ്റ് വന്നിട്ടുള്ളത്? ഒരു ടീഷർട്ടിന് നമുക്ക് വന്നിട്ടുള്ള കോസ്റ്റ് 500 ആണ്. അപ്പോൾ ഈ 50 ക്വാണ്ടിറ്റി സെയിൽ ചെയ്യാനും വേണ്ടിയിട്ട് നമുക്ക് വന്നിട്ടുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് 50 × 500 അല്ലേ? ഓക്കെ, ആ റവന്യൂ ജനറേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് നമുക്ക് ഇൻകർ ആയിട്ടുള്ള എക്സ്പെൻസുകൾ മാത്രമാണ് നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ പീരിയഡിലോട്ട് ബുക്ക് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ 50 × 500 നമ്മുടെ ടോട്ടൽ കോസ്റ്റ് 25,000. നമ്മുടെ റെന്റ് എന്ന് പറയുന്നത് 10,000. അങ്ങനെ വരുമ്പോൾ നമ്മുടെ പ്രോഫിറ്റ് എത്ര വരും? റവന്യൂ മൈനസ് എക്സ്പെൻസ്, 50,000 മൈനസ് 25,000 പർച്ചേസ് കോസ്റ്റ് മൈനസ് 10,000 റെന്റ്, ടോട്ടൽ 35,000 ഈസ് അവർ കോസ്റ്റ്. റവന്യൂ 50,000 മൈനസ് 35,000, 15,000 ആണ് നമ്മുടെ പ്രോഫിറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഓൾറെഡി ഇത് ആൻസർ ആണ് കിട്ടിയിരുന്നത്, വെൽ ആൻഡ് ഗുഡ്. ഇനി ആർക്കെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ പ്രീവിയസ് നമ്മൾ കാണിച്ചിട്ടുള്ള ആൻസർ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് കൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം. അപ്പോൾ ഒരു പെർട്ടിക്കുലർ പീരിയഡിൽ, ഒരു മന്ത് ആയിക്കോട്ടെ, ക്വാർട്ടർ ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ആ പീരിയഡിൽ ആ റവന്യൂ ജനറേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് നമുക്ക് ഇൻകർ ആയിട്ടുള്ള കോസ്റ്റ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ആ പീരിയഡിലോട്ട് ബുക്ക് ചെയ്യാൻ പാടുള്ളൂ. അതാണ് മാച്ചിങ് കൺസെപ്റ്റ് പറയുന്നത്. ഹോപ്പ് എവരി വൺ ക്ലിയർ. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെക്കുക, ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇതിന്റെ ബേസിലാണ് നിങ്ങൾ ഓൾറെഡി കൊമേഴ്സ് ഗ്രാജുവേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ P&L കാര്യങ്ങൾ വരയ്ക്കുന്നത്, ഓപ്പണിംഗ് സ്റ്റോക്ക് ഒക്കെ ഇട്ട് വരയ്ക്കുന്നത് ഇതൊക്കെ വെച്ചിട്ടാണ്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഹോപ്പ് എവരി വൺ അണ്ടർസ്റ്റുഡ് വാട്ട് ഈസ് മാച്ചിങ് കൺസെപ്റ്റ്. നെക്സ്റ്റ് കൺസെപ്റ്റ് ആണ് അക്രൂവൽ കൺസെപ്റ്റ്. അക്രൂവൽ കൺസെപ്റ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴാണ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യേണ്ടത്? വെൻ ഇറ്റ് ഈസ് ഏൺഡ് ഓർ ഇൻകേർഡ്. നമുക്ക് റവന്യൂ ഏൺ ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മൾ എക്സ്പെൻസ് ഇൻകർ ചെയ്യുമ്പോഴാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. നമുക്ക് 2 സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ഉണ്ട്. ഓക്കെ, 2 സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ഉണ്ട്. ക്യാഷ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ഉണ്ട്, അതേപോലെ തന്നെ അക്രൂവൽ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ഉണ്ട്. ക്യാഷ് സിസ്റ്റം, അതേപോലെ തന്നെ അക്രൂവൽ സിസ്റ്റം. എന്താണ് ഈ 2 സിസ്റ്റം തമ്മിലുള്ള ഡിഫറൻസ്? ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, 2 സിസ്റ്റം തമ്മിലുള്ള ഡിഫറൻറ്റ് എന്താണെന്നുള്ളത് കറക്റ്റ് മനസ്സിലാക്കി വെക്കണം. മോസ്റ്റ്ലി ഇന്റർവ്യൂസിനൊക്കെ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്, ജസ്റ്റ് ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്യാഷ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക്, ഓക്കെ, ഇതിന്ന് വരുന്ന ട്രാൻസാക്ഷൻസ് ഇതിനെ എഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടാവുക. ക്യാഷിന്റെ ഇൻഫ്ലോ ഔട്ട്ഫ്ലോ, ക്യാഷ് എന്ന് പറയുമ്പോൾ ബാങ്ക് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട്, ഈ ക്യാഷിന്റെ ഇൻഫ്ലോ ഔട്ട്ഫ്ലോ ഉള്ളത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ക്യാഷ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിൽ ഡീൽ ചെയ്യുള്ളൂ, റെക്കോർഡ് ചെയ്യുള്ളൂ. പക്ഷെ അക്രൂവൽ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? എക്സ്പെൻസ് നമ്മൾ ഇൻകർ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യും? റെക്കോർഡ് ചെയ്യും. ദാറ്റ് മീൻസ് ഇപ്പോൾ നമ്മൾ ഒരു മന്ത് കഴിഞ്ഞു, ഇപ്പൊ ഈ ഒരു നവംബർ മന്ത് കംപ്ലീറ്റ് ആയി. നവംബർ മന്തിന്റെ റെന്റ് നമ്മൾ കൊടുക്കാനുണ്ട്, പക്ഷെ നമ്മൾ പേ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? റെക്കോർഡ് ചെയ്യും അക്രൂവൽ സിസ്റ്റം. എന്തുകൊണ്ടാ? ആ എക്സ്പെൻസ് നമ്മൾ ഓൾറെഡി ഇൻകർ ചെയ്തു, പേ ചെയ്തിട്ടില്ല. ഓക്കെ, നമ്മൾ പേ ചെയ്യാനുണ്ട്, എന്നാലും നമ്മൾ എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യണം. അക്രൂവൽ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഒരാൾക്ക് സാധനം വിറ്റു, നമുക്ക് പൈസ കിട്ടിയിട്ടില്ല, പൈസ തരാം, നമ്മൾ ക്രെഡിറ്റിനാണ് വിറ്റിട്ടുള്ളത്. ക്യാഷ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ബട്ട് അക്രൂവൽ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ക്യാഷ് കിട്ടിയാലും ഇല്ലെങ്കിലും നമ്മൾ ഓൾറെഡി പൈസ എന്ത് ചെയ്തു? ഏൺ ചെയ്തു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യണം. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ ക്യാഷിന്റെ ഇൻഫ്ലോ ഔട്ട്ഫ്ലോ ഉണ്ടെങ്കിൽ മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ. ബട്ട് അക്രൂവൽ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ ക്യാഷ് വന്നോ പോയോ എന്നുള്ളത് എന്തല്ല, മാറ്റർ അല്ല. നമുക്ക് ആക്ച്വലി ഇൻകം ഏൺ ചെയ്ത് കഴിഞ്ഞാലും എക്സ്പെൻസ് ഇൻകർ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാം? നിർബന്ധമായിട്ടും റെക്കോർഡ് ചെയ്യണം. ഹോപ്പ് എവരി വൺ ക്ലിയർ? ഓക്കെ, റൈറ്റ്. അക്രൂവൽ സിസ്റ്റത്തിൽ പറയുന്നത് നമ്മൾ ക്യാഷ് ഇൻഫ്ലോ ഔട്ട്ഫ്ലോന്റെ ബേസിലല്ല, നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പെൻസ് ഇൻകർ ചെയ്ത് കഴിഞ്ഞാലും ഇൻകം ഏൺ ചെയ്ത് കഴിഞ്ഞാലും റെക്കോർഡ് ചെയ്യണം. ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്.
Okay, a company delivered goods to a customer in December but receives payment in January. ഒരു കമ്പനി എന്റെ കസ്റ്റമറിന് ഗുഡ്സ് ഡെലിവറി ചെയ്യാണ് ഏത് മന്തില്? ഡിസംബർ മന്തില്. ബട്ട് പേയ്മെന്റ് എന്നാണ് കിട്ടുന്നത്? ജാനുവരി മന്തിലാണ്. അപ്പൊ അവരിത് ഏത് മന്തിലാണ് റെക്കോർഡ് ചെയ്യുക? ഓക്കെ, ഡിസംബർ മന്തിൽ റെക്കോർഡ് ചെയ്യണം. അക്രൂവൽ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആണ് ഫോളോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഡിസംബർ മന്തിൽ തന്നെ റെക്കോർഡ് ചെയ്യണം, സെയില് റെക്കഗ്നൈസ് ചെയ്യണം. ബട്ട് അവർ ക്യാഷ് സിസ്റ്റം ആണ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഡിസംബർ മന്തിൽ അവർ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ജാനുവരിയിൽ പേയ്മെന്റ് കിട്ടുമ്പോൾ മാത്രം റെക്കോർഡ് ചെയ്താൽ മതി. ഓക്കെ, ദെൻ നെക്സ്റ്റ് receives a service from supplier in November but pays bill in December. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു സർവീസ് ഞാൻ പ്രൊവൈഡ് ചെയ്യുകയാണ്. ഓക്കെ, നിങ്ങൾ എനിക്ക് ക്യാഷ് തരണം. ബട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല? ഈ മന്ത് തരുന്നില്ല. നിങ്ങൾ നെക്സ്റ്റ് മന്തിലാണ് തരുന്നതെന്നുണ്ടെങ്കിൽ, അക്രൂവൽ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ മന്തിൽ ഞാൻ സർവീസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടെങ്കിൽ ഈ മന്ത് തന്നെ നിങ്ങൾ അത് റെക്കോർഡ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് മന്ത് ക്യാഷ് തരുമ്പോൾ മാത്രമല്ല റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പോൾ if expense is incurred or revenue is earned should record the transaction. But at cash basis, cash സിസ്റ്റത്തിൽ നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ? ഇല്ല. ആക്ച്വലി റിസീവ് ഓർ പെയ്ഡ്, then only we will record the payment. ഇവിടെ എന്തുണ്ടാവില്ല? റിസീവബിൾസും പേയബിൾസും ഉണ്ടാവില്ല. നമുക്ക് കിട്ടാനുള്ളതും കൊടുക്കാനുള്ളതും ഒന്നും ഉണ്ടാവില്ല. ഏതില്? ക്യാഷ് സിസ്റ്റത്തിൽ. അക്രൂവൽ സിസ്റ്റം ആണെങ്കിൽ എന്തുണ്ടാവും? റിസീവബിൾസ് പേയബിൾസ് എല്ലാം ഉണ്ടായിരിക്കും. ഹോപ്പ് യു ആൾ ആർ ക്ലിയർ. ഇനി നമ്മൾ ട്രാൻസാക്ഷൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ മനസ്സിലാവും. ഇനി റവന്യൂ റെക്കഗ്നിഷൻ കൺസെപ്റ്റ്. റവന്യൂ റെക്കഗ്നിഷൻ എന്താ പറയുന്നതെങ്കിൽ, റവന്യൂ ഷുഡ് ബി റെക്കഗ്നൈസ്ഡ് വെൻ ഇറ്റ് ഈസ് ഏൺഡ് ആൻഡ് റിയലൈസബിൾ regardless of cash is actually received. നമുക്ക് പൈസ കിട്ടിയാൽ മാത്രമല്ല നമ്മൾ റവന്യൂ ബുക്ക് ചെയ്യേണ്ടത്. നമുക്ക് ഓൾറെഡി കിട്ടാനായിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഏൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? പ്രോപ്പർലി റെക്കോർഡ് ചെയ്യണം. ഓക്കെ, റവന്യൂ ഈസ് മാച്ച്ഡ് ടു ദി പീരിയഡ് ഇൻ വിച്ച് ഇറ്റ് ഈസ് ഏൺ. ഇറ്റ് ഈസ് ഡിഫറെന്റ് ഫ്രം ക്യാഷ് ഈസ് റിസീവ്ഡ്. ഏത് പീരിയഡിലോട്ടാണോ നമ്മൾ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് ആ പീരിയഡിൽ നമ്മൾ റെക്കോർഡ് ചെയ്യണം. ക്യാഷ് കിട്ടിയോ ഇല്ല എന്നുള്ളതല്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ മന്ത് ഒരു ഓഡിറ്റ് ചെയ്തു. ഓക്കെ, ടാക്സ് ഓഡിറ്റ് ചെയ്തു. ഇതിന്റെ പേയ്മെന്റ് നമുക്ക് കിട്ടുന്നത് നെക്സ്റ്റ് മന്തിലാണ്. അപ്പൊ നമ്മൾ എപ്പോഴാണ് ബുക്ക് ചെയ്യേണ്ടത്? ഈ മന്തിൽ ടാക്സ് ഓഡിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഈ മന്ത് തന്നെ റവന്യൂ ബുക്ക് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് മന്തിൽ പേയ്മെന്റ് കിട്ടുമ്പോൾ മാത്രം ബുക്ക് ചെയ്താൽ മതിയോ? വേണ്ട, പോരാ. നമ്മൾ എപ്പോഴാണോ റവന്യൂ ഏൺ ചെയ്യുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യണം. ഹോപ്പ് യു ഓൾ ആർ ക്ലിയർ. നെക്സ്റ്റ് നമുക്ക് ട്രാൻസാക്ഷൻസ്, ഈച്ച് ആൻഡ് എവരി ട്രാൻസാക്ഷൻ ഡിസ്കസ് ചെയ്യണം. ഓക്കെ, റൈറ്റ്. ഇനി നമുക്ക് ജേണൽ എൻട്രീസ് പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ നമ്മൾ കൺസെപ്റ്റ് മനസ്സിലായല്ലോ. എന്താണ് മാച്ചിങ് കൺസെപ്റ്റ്, എന്താണ് അക്രൂവൽ കൺസെപ്റ്റ്, എന്താണ് റവന്യൂ റെക്കഗ്നിഷൻ കൺസെപ്റ്റ് എന്നുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് ഇതിൽ എങ്ങനെയാണ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാം. നിങ്ങൾ ജസ്റ്റ് മൈൻഡ് അപ്ലൈ ചെയ്താൽ മതി. ഓരോ സിറ്റുവേഷൻസും നിങ്ങൾ മൈൻഡ് അപ്ലൈ ചെയ്യുക. ദാറ്റ് മീൻസ് ഒന്ന് നമ്മുടെ മൈൻഡിലോട്ട് 100% കൊണ്ടുവരാം. ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ, ഓക്കെ, നിങ്ങളൊരു ബിസിനസ്സിൽ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. അപ്പൊ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ ഡീൽ ചെയ്യും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മൈൻഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഈസി ആയിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ ഡിഫിക്കൽട്ട് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ 100% മൈൻഡ് കൊടുക്കുക. നിങ്ങൾ ആ സിറ്റുവേഷൻസ് ആലോചിക്കുക. ഓക്കെ, then it will be very easy. ഓക്കെ, ഫസ്റ്റ് നമുക്ക് നോക്കാം പ്രീപെയ്ഡ് ഓർ അഡ്വാൻസ്. പ്രീപെയ്ഡ്, നമ്മൾ മുൻകൂട്ടി അടക്കുന്നത്. ഇപ്പൊ നമ്മുടെ നോർമൽ നമ്മൾ റീചാർജ് ചെയ്യുന്നുണ്ട് മൊബൈല്, അതെന്താണ്? പ്രീപെയ്ഡ് ആണ് അല്ലെ. നമ്മൾ ആദ്യം പേയ്മെന്റ് ചെയ്യുന്നു, പിന്നീടാണ് അവരെന്ത് ചെയ്യുന്നത്? നമുക്ക് ആ ഒരു മന്തിലോട്ടുള്ള സർവീസ് തരുന്നത് അല്ലെ. നമ്മൾ ആദ്യം ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു 400 rupees റീചാർജ് ചെയ്യുന്നു, പിന്നീടാണ് അവരെന്ത് ചെയ്യുന്നത്? നമുക്ക് അതിനുള്ള റീചാർജ് ചെയ്യുന്നത്. അതാണ് പ്രീപെയ്ഡ്. ഓക്കെ, അപ്പൊ മുൻകൂട്ടി നമ്മൾ കൊടുക്കുക അല്ലെങ്കിൽ മുൻകൂട്ടി നമുക്ക് കിട്ടുന്നതാണ് പ്രീപെയ്ഡ് അല്ലെങ്കിൽ അഡ്വാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് മുൻകൂട്ടി ഒരു ഇൻകം, ഒരു റവന്യൂ മുൻകൂട്ടി നമുക്ക് കിട്ടുകയാണ്. ഓക്കെ,
നമുക്ക് ടൈം ഇൻകം കിട്ടാനായിട്ടില്ല, നമുക്കൊരു അഡ്വാൻസ് കിട്ടുകയാണ് അല്ലെങ്കിൽ പ്രീപെയ്ഡ് ആയിട്ട് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ, പ്രീപെയ്ഡ് ഇൻകം ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മളെ സംബന്ധിച്ച് അത് അസറ്റ് ആയിരിക്കോ ലാബിലിറ്റി ആയിരിക്കോ? നമ്മൾ സർവീസ് ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഗുഡ്സ് സെയിൽ ചെയ്തിട്ടില്ല, അതിന്റെ മുന്നേ തന്നെ നമുക്ക് എന്ത് കിട്ടുകയാണ്? അതിന്റെ എമൗണ്ട് കിട്ടുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് അത് എന്തായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക? നമ്മളെ സംബന്ധിച്ച് അതൊരു ലാബിലിറ്റി ആണ് അല്ലേ? സർവീസ് ഒന്നും കൊടുത്തിട്ടില്ലല്ലോ, അല്ലെങ്കിൽ ഗുഡ്സ് നമ്മൾ സപ്ലൈ ചെയ്തിട്ടില്ലല്ലോ, അതിന്റെ മുന്നേ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഒരു ലാബിലിറ്റി ആണ്. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? റിട്ടേൺ ചെയ്യേണ്ടി വരും. ഓക്കെ, നമ്മൾ അതൊരിക്കലും ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതെന്തായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ? ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സർവീസ് ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതെന്താണ്? അഡ്വാൻസ് ആണ്, അതൊരു ലാബിലിറ്റി ആണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, നിങ്ങൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ മുഴുവൻ ഫീസും അയക്കുകയാണെന്ന് വെച്ചോളൂ. ഓക്കെ, നിങ്ങളുടെ 6 months കോഴ്സ് അല്ലെങ്കിൽ 4 months കോഴ്സിന്റെ ഫീ മുഴുവനായിട്ട് എയ്സിഡ് അക്കാദമിയുടെ അക്കൗണ്ടിലോട്ട് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഓക്കെ, കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എയ്സിഡ് അക്കാദമിയിൽ അത് എന്തായിട്ടാണ് റെക്കോർഡ് ചെയ്യുക? വെരി സിമ്പിൾ. എയ്സിഡ് അക്കാദമിയിൽ അത് ഫീ ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഇത് അഡ്വാൻസ് ആണ്. അഡ്വാൻസ് ആയിട്ട് ഇൻകം കിട്ടുകയാണ്. അപ്പം എയ്സിഡ് അക്കാദമിയെ സംബന്ധിച്ച് അതെന്താണ്? ഒരു ലയബിലിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഓക്കെ, മുൻകൂട്ടി കിട്ടുന്നതല്ലേ, അത് ലയബിലിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. നമുക്ക് നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, അഡ്വാൻസ് പേയ്മെന്റ് റിസീവ്ഡ് ഫ്രം കസ്റ്റമർ ഇൻ ഏപ്രിൽ ₹5,000 ഇൻ ബാങ്ക്. നമ്മളൊരു കസ്റ്റമർ നമുക്ക് ഏപ്രിൽ മന്തില് ഒരു ₹5,000 അഡ്വാൻസ് തന്നു. സാധനം ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല, അതിന് മുന്നേ അഡ്വാൻസ് ആയിട്ട് ഒരു 5,000 തന്നു. നെക്സ്റ്റ് മന്തിലാണ് നമ്മൾ സാധനങ്ങൾ വിൽക്കുന്നതെന്ന് വെച്ചോളൂ. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ചെയ്ത ഫോർമാറ്റ് നിങ്ങൾക്ക് അറിഞ്ഞോടെ ഏതൊക്കെ അക്കൗണ്ടിന് അത് എഫക്ട് ചെയ്യും? ഒന്ന്, നമ്മുടെ ബാങ്കിലാണ് ക്യാഷ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിനെ എഫക്ട് ചെയ്യും. പിന്നെ എന്തുണ്ട്? അഡ്വാൻസ് ഫ്രം കസ്റ്റമർ ആണ്. ഓക്കെ, 2 അക്കൗണ്ട് എന്ന് പറയുന്നത് ഒന്ന് ബാങ്ക്, പിന്നെ ഒന്ന് അഡ്വാൻസ് ഫ്രം കസ്റ്റമർ ആണ്. ഓക്കെ, ബാങ്ക് എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? ഒരു അസറ്റ് ആണ്. അഡ്വാൻസ് ഫ്രം കസ്റ്റമർ എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ സംബന്ധിച്ച് കസ്റ്റമർ അടുത്തുനിന്ന് നമുക്ക് മുൻകൂറായി കിട്ടിയിട്ടുള്ള ഇൻകം ആണ്. അതെന്താണ് നമ്മളെ സംബന്ധിച്ച്? അസറ്റ് ആണോ ലാബിലിറ്റി ആണോ? ലാബിലിറ്റി ആണ്. നമ്മളത് തിരിച്ചു കൊടുക്കേണ്ട പൈസയാണ് ചിലപ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അതിനെ സർവീസ് കൊടുക്കണം. നമ്മളെ സംബന്ധിച്ച് നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്തിട്ടില്ലല്ലോ, അപ്പൊ നമ്മളെ സംബന്ധിച്ച് അതെന്താണ്? ഒരു ലാബിലിറ്റി ആണ്. ഓക്കെ, ബാങ്കിൽ ക്യാഷ് കിട്ടുമ്പോൾ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ സംഭവിക്കുന്നത്? ഇൻക്രീസ് ചെയ്യും. അഡ്വാൻസ് ഫ്രം കസ്റ്റമർ, കസ്റ്റമർ അടുത്ത് നിന്ന് അഡ്വാൻസ് കിട്ടുമ്പോൾ നമ്മുടെ ലാബിലിറ്റി എന്താ ചെയ്യുന്നത്? ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, ദെൻ അസറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. ലാബിലിറ്റി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ജേണൽ എൻട്രി എന്തായിരിക്കും? നമ്മൾ ഡേറ്റ് ഏപ്രിൽ മന്തിൽ എന്ത് എൻട്രി ഇടണം? പൈസ കിട്ടുമ്പോൾ നമ്മൾ എന്ത് ഇടണം? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 5,000 ടു അഡ്വാൻസ് ഫ്രം കസ്റ്റമർ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ജേണൽ എൻട്രി പാസ് ചെയ്യണം. ഓക്കെ, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു അഡ്വാൻസ് ഫ്രം കസ്റ്റമർ. എന്തുകൊണ്ടാണ് അഡ്വാൻസ് ഫ്രം കസ്റ്റമറെ നമ്മൾ ലയബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്തത്? നമ്മൾ സർവീസ് ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല, അതിന്റെ മുന്നേ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് അതെന്താണ്? ലയബിലിറ്റി ആണ്. ഓക്കെ, റൈറ്റ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഓരോ ജേണൽ എൻട്രീസും ക്ലാസിന്റെ കൂടെ തന്നെ നോട്ടിൽ ഒരു തവണ എഴുതി നോക്കുക, എന്നാൽ മാത്രമേ എഫക്റ്റീവ് ആവുകയുള്ളൂ. ഓക്കെ, നിങ്ങളുടെ ഐഡിയ നമ്മൾ ഓൾറെഡി എങ്ങനെയാണ് ഡെബിറ്റ് എങ്ങനെയാണ് ക്രെഡിറ്റ് ചെയ്തേണ്ടത് ജനറൽ എൻട്രീസ് ഒക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ഇട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഇതും കൂടെ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അഡ്വാൻസ് ആയിട്ട് കസ്റ്റമർ അടുത്ത് നിന്ന് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ജേണൽ എൻട്രിയാണ് നമ്മൾ എഴുതുക? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു അഡ്വാൻസ് ഫ്രം കസ്റ്റമർ. എൻട്രി ഒന്നും ബൈ ഹാർട്ട് ചെയ്യണം. ഓക്കെ, മനസ്സിലാക്കി വെക്കാം. ഇനി ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അഡ്വാൻസ് കിട്ടിയതായിട്ട് എൻട്രി ഇട്ടു അല്ലെ? നെക്സ്റ്റ് മന്ത്, ഓക്കെ, നെക്സ്റ്റ് മന്ത് നമ്മൾ എന്ത് ചെയ്യാണ്? ഇവർക്ക് ഗുഡ്സ് സെയിൽ ചെയ്യാണെന്ന് വെച്ചോളൂ. ഓക്കെ, ഏപ്രിൽ മന്തില് നമുക്ക് എന്ത് കിട്ടി? അഡ്വാൻസ് കിട്ടി. മെയ് മന്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്? സെയിൽ ചെയ്യാണ്. അപ്പൊ നമ്മൾ എന്ത് എൻട്രി ഇടുക? ഓക്കെ, സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഏതൊക്കെ അക്കൗണ്ടിനെ എഫക്ട് ചെയ്യും? ക്യാഷ് കിട്ടുന്നുണ്ടോ? ഇല്ല, ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ലാബിലിറ്റി ക്രിയേറ്റ് ചെയ്തില്ലേ? നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതോട് കൂടി ആ ലാബിലിറ്റിനെ എഫക്ട് ചെയ്യില്ലേ?
നമ്മൾ അഡ്വാൻസ് കിട്ടിയപ്പോൾ അഡ്വാൻസ് ഫ്രം കസ്റ്റമർ എന്ന് പറഞ്ഞിട്ട് ഒരു ലാബിലിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ അഡ്വാൻസ് കിട്ടിയപ്പോൾ അഡ്വാൻസ് ഫ്രം കസ്റ്റമർ എന്ന് പറഞ്ഞിട്ട് ഒരു ലാബിലിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ലാബിലിറ്റി നമ്മൾക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതോട് കൂടി ആ ലാബിലിറ്റി പിന്നീട് ഉണ്ടോ? ഇല്ല. അപ്പം അവിടെ എന്തുണ്ട്? ഒരു ലാബിലിറ്റി അക്കൗണ്ടിനെ ബാധിക്കുന്നുണ്ട്. പിന്നെ നോർമൽ കേസിൽ നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇൻകം റെക്കഗ്നൈസ് ചെയ്യുക. അപ്പോൾ ഒന്ന് സെയിൽസ് അക്കൗണ്ടിനെ ബാധിക്കും, ദെൻ കസ്റ്റമർ അഡ്വാൻസ് ഫ്രം കസ്റ്റമർ എന്ന് പറഞ്ഞിട്ടുള്ള ലാബിലിറ്റി അക്കൗണ്ടിനെയും ബാധിക്കും. ഓക്കെ, സെയിൽസ് എന്ന് പറയുന്നത് ഇൻകം ആണ്. നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതോട് കൂടി സെയിൽ ചെയ്യുന്നതോട് കൂടി ഇൻകം എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. നമ്മുടെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ലാബിലിറ്റി ഉണ്ട്. അഡ്വാൻസ് കിട്ടുമ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലാബിലിറ്റി ഉണ്ട്. ആ ലാബിലിറ്റി എന്ത് ചെയ്യും? സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതോട് കൂടി ഡിക്രീസ് ചെയ്യും. ഓക്കെ, ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. ലാബിലിറ്റി ഡിക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. അപ്പൊ ജേർണൽ എൻട്രി എന്തായിരിക്കും? അഡ്വാൻസ് ഫ്രം കസ്റ്റമർ അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ് അക്കൗണ്ട്. ക്ലിയർ? നമ്മൾ ആദ്യം അഡ്വാൻസ് കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അഡ്വാൻസ് ഫ്രം കസ്റ്റമർ എന്ന് പറഞ്ഞിട്ട് ലാബിലിറ്റി ക്രിയേറ്റ് ചെയ്തു. സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതോട് കൂടി എന്തായി? പിന്നീട് ആ ലാബിലിറ്റി ഉണ്ടോ? ഇല്ല. അപ്പൊ ലാബിലിറ്റി കുറക്കണം. ക്ലിയർ? ഇപ്പൊ എന്തായി? അഡ്വാൻസ് ഫ്രം കസ്റ്റമർ ആദ്യം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ക്രെഡിറ്റ് 5000 ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഡെബിറ്റ് 5000 ചെയ്തു. ഇപ്പൊ അങ്ങനെ ഒരു ലെഡ്ജറിൽ ബാലൻസ് ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ക്ലിയർ? ഹോപ്പ് യു ഓൾ ആർ ക്ലിയർ. റൈറ്റ്. നമുക്കൊരു എക്സാമ്പിളും കൂടെ നോക്കാം. ഒന്ന്, അഡ്വാൻസ് പ്രൊഫഷണൽ ഫീ റിസീവ്ഡ് ഫ്രം അജു ഇൻ ബാങ്ക് അക്കൗണ്ട് ₹50,000. നമ്മളൊരു കൺസൾട്ടൻസി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി? ഒരു പ്രൊഫഷണൽ സർവീസ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല, അതിന് മുന്നേ തന്നെ നമുക്ക് അഡ്വാൻസ് കിട്ടി. ഓക്കെ, അഡ്വാൻസ് ആയിട്ട് എമൗണ്ട് 50,000 കിട്ടി. നമ്മൾ ഓഡിറ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്നേ ഉള്ളൂ. അപ്പൊ ഏതൊക്കെ അക്കൗണ്ടിനെ എഫക്ട് ചെയ്യുക? ഒന്ന്, നമുക്ക് ബാങ്കിലാണ് ക്യാഷ് കിട്ടിയെന്നുണ്ടെങ്കിൽ ബാങ്ക് അക്കൗണ്ടിനെ എഫക്ട് ചെയ്യും. ദെൻ അഡ്വാൻസ് പ്രൊഫഷണൽ ഫീ എന്ന് പറഞ്ഞിട്ട് അഡ്വാൻസ് ഫ്രം കസ്റ്റമർ എന്ന് എഴുതി കഴിഞ്ഞാലും അഡ്വാൻസ് പ്രൊഫഷണൽ ഫീ എന്ന് എഴുതി കഴിഞ്ഞാലും ഒക്കെ ഓക്കെ. നമ്മൾ ക്രിയേറ്റ് ലെഡ്ജറിന്റെ നെയിമിലല്ല ഇമ്പോർട്ടൻസ്. പലപ്പോഴും സ്റ്റുഡൻസിന് ഡൗട്ട് വരുന്ന ഏരിയയാണ്. ലെഡ്ജറിന്റെ നെയിമിന് നിങ്ങൾ ഇതേപോലെ കൊടുക്കണം എന്നില്ല. ബട്ട് അൾട്ടിമേറ്റ്ലി ക്രിയേറ്റ് ചെയ്യുന്ന ലെഡ്ജർ എന്ന് പറയുന്നത് ലയബിലിറ്റി ആയിട്ടായിരിക്കണം. ലെഡ്ജർ നെയിമിങ് നിങ്ങൾക്ക് ഏതാണോ കൺവിൻസിങ്, ഒരു സിമിലാരിറ്റി വേണം. ഓക്കെ, അല്ലാണ്ട് ലെഡ്ജർ നെയിമിൽ ഫ്രം ടു അങ്ങനെ സംതിങ് ചെറിയ ഡിഫറൻസ് വന്ന് വിചാരിച്ച പ്രശ്നമൊന്നുമില്ല. ബട്ട് നിങ്ങൾ ഇവിടെ അഡ്വാൻസ് പ്രൊഫഷണൽ ഫീക്ക് പകരം അഡ്വാൻസ് ഫ്രം കസ്റ്റമർ എന്ന് എഴുതി കഴിഞ്ഞാലും ഓക്കെയാണ്, നോ ഇഷ്യൂ. ഓക്കെ, സോ അഡ്വാൻസ് പ്രൊഫഷണൽ ഫീ രണ്ട് ലെഡ്ജറിനെ ബാധിക്കും. ബാങ്ക് നമുക്കറിയാം അസറ്റ് ആണ്. അഡ്വാൻസ് പ്രൊഫഷണൽ ഫീ എന്ന് പറഞ്ഞാൽ എന്താ? പ്രൊഫഷണൽ ഫീ ഇൻകാണെന്ന് അറിയാം, ബട്ട് അഡ്വാൻസ് പ്രൊഫഷണൽ ഫീ മുൻകൂറായിട്ട് നമുക്ക് കിട്ടുന്ന പ്രൊഫഷണൽ ഫീ എന്ന് പറയുന്നത് എന്താണ്? ലയബിലിറ്റി ആണ്. ഓക്കെ, ബാങ്കിൽ ക്യാഷ് വരുമ്പോൾ ഇൻക്രീസ് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ ലയബിലിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. ദെൻ ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യും. അൾട്ടിമേറ്റ്ലി നമ്മുടെ ജേർണൽ എൻട്രി എന്തായിരിക്കും? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു അഡ്വാൻസ് പ്രൊഫഷണൽ ഫീ അക്കൗണ്ട് എന്നായിരിക്കും. ഓക്കെ, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു അഡ്വാൻസ് പ്രൊഫഷണൽ ഫീ 50,000. ക്ലിയർ? നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ സെയിം. ദെൻ നെക്സ്റ്റ്, ഇനി നമ്മൾ ഏപ്രിൽ മന്തിൽ നമുക്ക് അഡ്വാൻസ് കിട്ടി. ഓക്കെ, മെയ് മന്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്? പ്രൊഫഷണൽ സർവീസ് ഓഡിറ്റ് ചെയ്യാണ്. ഓക്കെ, ഏപ്രിൽ മന്തിൽ നമുക്ക് അഡ്വാൻസ് കിട്ടി. മെയ് മന്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ ലെഡ്ജേഴ്സിന് അത് എഫക്ട് ചെയ്യും? ഒന്ന്, പ്രൊഫഷണൽ ഫീ നമുക്കൊരു ഇൻകം ആണ് അല്ലേ. ദെൻ നമുക്ക് കിട്ടിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഒരു ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അഡ്വാൻസ് പ്രൊഫഷണൽ ഫീ എന്ന് പറഞ്ഞിട്ട്. ആ ലെഡ്ജറിനെയും എഫക്ട് ചെയ്യും. ഓക്കെ, സർവീസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത് എന്ത് ചെയ്യണം? ഇൻകം റെക്കഗ്നൈസ് ചെയ്യണ്ടേ. ദെൻ എന്ത് ചെയ്യുന്നു? ഇൻകം ഇൻക്രീസ് ചെയ്യുന്നു, ലയബിലിറ്റി ഡിക്രീസ് ചെയ്യുന്നു. അഡ്വാൻസ് കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതോടുകൂടി പിന്നെ ആ ഒരു ലയബിലിറ്റി നമുക്കുണ്ടോ? ഇല്ല. പിന്നീട് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇല്ല. സോ ലയബിലിറ്റി ഡിക്രീസ് ചെയ്യും. ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ്, ദെൻ ലയബിലിറ്റി ഡിക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ്. ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ്, ലയബിലിറ്റി ഡിക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ്. Then journal entry will be advance professional fee account debit to professional fee account 50,000. Clear? Hope you all are clear about this journal entry. Just write
റൈറ്റ് ഡൗൺ ദി എൻട്രി. ഓക്കെ, ജസ്റ്റ് റൈറ്റ്. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു കൺസെപ്റ്റ്. ഫസ്റ്റ് എലമെന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു പ്രീപെയ്ഡ് അല്ലെങ്കിൽ അഡ്വാൻസ്. പ്രീപെയ്ഡ് എന്ന് പറഞ്ഞാലും അഡ്വാൻസ് എന്ന് പറഞ്ഞാലും ഒക്കെ സെയിം തന്നെയാണ്. പ്രീപെയ്ഡ് ഓർ അഡ്വാൻസ് ഇൻകം ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം? ലാബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യണം. നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്തിട്ട് ഗുഡ്സ് സെയിൽ ചെയ്തിട്ടില്ല, അത് മുൻകൂറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം? ലാബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഓക്കെ, ഇനി അപ്പോൾ അത് ക്ലിയർ ആയി. ഓക്കെ, പ്രീപെയ്ഡ് ഓർ അഡ്വാൻസ് ഇൻകം നമുക്ക് ക്ലിയർ ആയി. നെക്സ്റ്റ് ആണെന്ത്? പ്രീപെയ്ഡ് ഓർ അഡ്വാൻസ് എക്സ്പെൻസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്? മുൻകൂറായിട്ട് എക്സ്പെൻസ് പേ ചെയ്യാണ്. എക്സ്പെൻസ് പേ ചെയ്യാറായിട്ടില്ല, ബട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? മുൻകൂറായിട്ട് പേ ചെയ്യാണ്, അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യാണ്. എന്താണ്? അസറ്റ് ആണ്. ഓക്കെ, നമ്മൾ പ്രീപെയ്ഡ് അല്ലെങ്കിൽ അഡ്വാൻസ് ആയിട്ട് എക്സ്പെൻസ് ഇൻകർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ്? അസറ്റ് ആണ്. ഓക്കെ അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് റെന്റ് കൊടുക്കാറായിട്ടില്ല, പക്ഷെ നമ്മൾ എന്താ ചെയ്യാണ്? മുൻകൂറായിട്ട് കൊടുക്കുകയാണ്. നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം? അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ എംപ്ലോയീസ്, ഓക്കെ, എംപ്ലോയീസിന് സാലറിയുടെ ഡേറ്റ് ആയിട്ടില്ല, ഒരു 25th വന്നിട്ട് എംപ്ലോയീസ് ചോദിക്കുകയാണ് എന്ത്? നമ്മളെ സാലറി ഒന്ന് അഡ്വാൻസ് ആയിട്ട് വേണം, എമർജൻസി ഉണ്ട്. 2 എംപ്ലോയീസ് വന്നിട്ട് ചോദിച്ചു എന്ത്? ടോട്ടൽ 24,000 ഞങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് വേണം. ഓക്കെ, ടോട്ടൽ സാലറി കാൽക്കുലേറ്റ് ചെയ്ത് അതൊന്നും എന്ത് ചെയ്തുകൊണ്ട് പേ ചെയ്യുമ്പോൾ ഡിഡക്ട് ചെയ്തുകൊണ്ടെന്ന് പറഞ്ഞിട്ട് അഡ്വാൻസ് ആയിട്ട് സാലറി വാങ്ങിപ്പോയി. ഓക്കെ, നമ്മൾ കൊടുക്കില്ല. ഇതൊക്കെ ഒരു നോർമൽ ബിസിനസ്സിൽ വരാവുന്ന ട്രാൻസാക്ഷൻ ആണല്ലോ. അങ്ങനെയാണെന്നെങ്കിൽ ഏതൊക്കെ ലെഡ്ജേഴ്സിനെ ഇത് എഫക്റ്റ് ചെയ്യും? ഓക്കെ, ഫസ്റ്റ് വൺ എഫക്ട് ചെയ്യും. ഒന്ന്, നമ്മൾ പേ ചെയ്യുന്നുണ്ട്, ബാങ്കിന്റെ ബാലൻസിനെ എഫക്ട് ചെയ്യും. അതേപോലെ തന്നെ എന്തുണ്ട്? പ്രീപെയ്ഡ് സാലറി അല്ലെങ്കിൽ അഡ്വാൻസ് സാലറി, മുൻകൂറായി കൊടുക്കുന്ന സാലറി. ബാങ്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അസറ്റ് ആണ്. പ്രീപെയ്ഡ് സാലറി അല്ലെങ്കിൽ അഡ്വാൻസ് സാലറി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ മുൻകൂറായിട്ട് കൊടുക്കുന്ന എക്സ്പെൻസ് ആണ്. നമ്മളെ സംബന്ധിച്ച് അതെന്താണ്? അസറ്റ് ആണ്. ഓക്കെ, ഇവിടെ ബാങ്കിന്റെ ബാലൻസ് എന്ത് ചെയ്യും? പേ ചെയ്യുന്നതോട് കൂടി ഡിക്രീസ് ചെയ്യും. നമ്മൾ മുൻകൂറായിട്ട് കൊടുക്കുമ്പോൾ അസറ്റ് എന്ത് ചെയ്യാൻ ചെയ്യുന്നത്? ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുന്നു. സോ അവർ ജേർണൽ എൻട്രി വിൽ ബി പ്രീപെയ്ഡ് സാലറി അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. പ്രീപെയ്ഡ് സാലറി അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. ഓക്കെ, 25th ഏപ്രിലിനാണ് നമ്മളിത് പേ ചെയ്യുന്നത്. ഓക്കെ, റൈറ്റ്. ഇനി നമ്മളിപ്പോൾ ഇത് പേ ചെയ്തു. ഓക്കെ, ആ മന്തിന്റെ സാലറി നമ്മൾ കൊടുക്കണ്ടേ? ഓക്കെ, 31st ഏപ്രിൽ ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ആ സാലറിയുടെ എൻട്രി ഇടണ്ടേ? സാലറിയുടെ എൻട്രി ഇടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത് അഡ്ജസ്റ്റ് ചെയ്യണം. ഓൾറെഡി നമ്മൾ പേ ചെയ്യാൻ 25th പേ ചെയ്യാറായിട്ടില്ല, 31st എന്ത് ചെയ്യുക? പേ ചെയ്യാറാവുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ജേണൽ എൻട്രി പാസ് ചെയ്യേണ്ടി വരും. ഓക്കെ, പേ ചെയ്യാറാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് 31st ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സാലറി അക്കൗണ്ടിലോട്ട് എക്സ്പെൻസ് ബുക്ക് ചെയ്യണം. ഓക്കെ, ദെൻ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? പ്രീപെയ്ഡ് സാലറി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു എക്സ്പെൻസ് സാലറി അക്കൗണ്ട് എന്ന് പറയുന്നത് എക്സ്പെൻസും പ്രീപെയ്ഡ് സാലറി എന്ന് പറയുന്നത് അസറ്റും ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ എക്സ്പെൻസ് എന്ത് ചെയ്യും? ഓഫ് കോഴ്സ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ആ പീരിയഡിലോട്ട് നമ്മൾ ആദ്യമായിട്ട് സാലറി ബുക്ക് ചെയ്യല്ലേ, അപ്പൊ സാലറി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. പ്രീപെയ്ഡ് സാലറി നമ്മൾ മുൻകൂറായിട്ട് കൊടുത്തിട്ടുള്ള ഒരു അസറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ എന്തായി? കൊടുക്കാറായി. ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു സാലറി മുൻകൂർ ഒരു അസറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ആ അസറ്റ് കുറയ്ക്കണ്ടേ? സ്വാഭാവികമായിട്ടും. എന്തുകൊണ്ടാ? നമ്മളിപ്പോ കൊടുക്കാറായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ അസറ്റ് ഡിക്രീസ് ചെയ്യും. ഓക്കെ, ദെൻ എക്സ്പെൻസ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ, സോറി, ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. എക്സ്പെൻസ് ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ അവിടെ ചെയ്തിട്ടുള്ള ജസ്റ്റ് നിങ്ങൾ ചേഞ്ച് ചെയ്താൽ മതി. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെബിറ്റ് ചെയ്യുന്നു. ദെൻ അസറ്റ് ഡിക്രീസ് ചെയ്യുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, റൈറ്റ്. അപ്പൊ അവർ ജേണൽ എൻട്രി വിൽ ബി സാലറി അക്കൗണ്ട് ഡെബിറ്റ് ടു പ്രീപെയ്ഡ് സാലറി. മുന്നേ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു അസറ്റ് ഇപ്പൊ ഇല്ലാണ്ടായി, മന്തിന് കൊടുക്കാറായി. ക്ലിയർ? ഓക്കെ, റൈറ്റ്. അപ്പോൾ ഹോപ്പ് യു ആർ ക്ലിയർ. അപ്പോൾ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സാലറി കൊടുക്കാനുണ്ട്.
സോറി, നമ്മൾ അഡ്വാൻസ് ആയിട്ട് സാലറി പേ ചെയ്തു. അഡ്വാൻസ് ആയിട്ട് സാലറി പേ ചെയ്യുമ്പോൾ അത് നമ്മുടെ ഒരു അസറ്റ് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അഡ്വാൻസ് കൊടുത്തിട്ടുള്ളതാണല്ലോ, അതൊരു അസറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തു. ആ ഒരു മന്തിൽ നമ്മൾ കൊടുക്കാറാവുമ്പോൾ ഫുൾ എമൗണ്ട് എന്ത് ചെയ്യണം, എക്സ്പെൻസിൽ വരണം. ബട്ട് നമ്മൾ ഇനി കൊടുക്കേണ്ടി വരുമോ, ബാങ്കിൽ നിന്ന് കൊടുക്കേണ്ടി വരുമോ? വേണ്ട, ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അസറ്റ്സ് പിന്നീട് ഉണ്ടോ? ഇല്ല. ആ അസറ്റ്സ് എന്ത് ചെയ്യണം, നമ്മൾ ഡിക്രീസ് ചെയ്യാം. ക്ലിയർ? ഓക്കെ. ഈ റിയൽ സിറ്റുവേഷൻ നിങ്ങൾ മൈൻഡിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വളരെ ഈസിയാണ്. ഓക്കെ, റൈറ്റ്. നെക്സ്റ്റ് ജേണൽ എൻട്രി നമ്മൾ നോക്കാം. റെന്റ് പെയ്ഡ് ഇൻ അഡ്വാൻസ് ബൈ ക്യാഷ്. നമ്മൾ അഡ്വാൻസ് ആയിട്ട് റെന്റ് ക്യാഷിൽ പേ ചെയ്തു. നമ്മളെ ബിൽഡിംഗ് ഓണർക്ക് കുറച്ച് ടൈറ്റ് ഉണ്ടെന്ന് നോക്കാം. അയാളെ നമ്മളോട് എന്ത് ചെയ്തു, അഡ്വാൻസ് ആയിട്ട് റെന്റ് ആവശ്യപ്പെട്ടു. നമ്മളൊരു 4000 rupees അഡ്വാൻസ് ആയിട്ട് റെന്റ് പേ ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ഏതൊക്കെ ലെഡ്ജേഴ്സിനെയാണ് അത് എഫക്ട് ചെയ്യുക? ഒന്ന്, നമ്മളെ സംബന്ധിച്ച് അഡ്വാൻസ് ആയിട്ട് റെന്റ് കൊടുക്കുകയാണ്, നമ്മൾ ബൈ ക്യാഷ് ആണ് കൊടുക്കുന്നത്, ക്യാഷ് അക്കൗണ്ടിനെ എഫക്ട് ചെയ്യും. ദെൻ നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഒരു എക്സ്പെൻസ് ആണ് പേ ചെയ്യുന്നത്. അഡ്വാൻസ് ആയിട്ട് എക്സ്പെൻസ് അല്ലെങ്കിൽ പ്രീപെയ്ഡ് ആയിട്ട് എക്സ്പെൻസ് പേ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളെ സംബന്ധിച്ച് എന്താണ്, ഒരു അസറ്റ് ആണ്. ഓക്കെ, സോ ക്യാഷ് അക്കൗണ്ടിനെ എഫക്ട് ചെയ്യും, പ്രീപെയ്ഡ് റെന്റ് അല്ലെങ്കിൽ അഡ്വാൻസ് റെന്റിനെ എഫക്ട് ചെയ്യും. നമുക്കറിയാം ക്യാഷ് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് അസറ്റ് ആണ്. പ്രീപെയ്ഡ് റെന്റ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് എന്താണ്, അസറ്റ് ആണ്. ഓക്കെ, ക്യാഷ് എന്ന് പറയുന്നത് ദെൻ അസറ്റ് എന്ത് ചെയ്യുന്നു, നമ്മൾ പേ ചെയ്യുന്നതോട് കൂടി ക്യാഷ് ബാലൻസ് കുറയുന്നു, ഡിക്രീസ് ചെയ്യുന്നു. പ്രീപെയ്ഡ് റെന്റ്, നമ്മൾ അഡ്വാൻസ് ആയിട്ട് റെന്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു അസറ്റ് എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, അസറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെബിറ്റ്, ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ക്രെഡിറ്റ്. ദെൻ നമ്മുടെ ജേണൽ എൻട്രി വിൽ ബി പ്രീപെയ്ഡ് റെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. ഓക്കെ, 11th ഏപ്രിൽ മന്ത് 11th നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ആക്ച്വലി പേ ചെയ്യേണ്ടത് 31st ഏപ്രിലിനാണെന്ന് വെച്ചു. 31st ഏപ്രിലിനാണ് നമ്മൾ ആക്ച്വലി എന്ത് ചെയ്യേണ്ടത്, പേ ചെയ്യേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 31st ഏപ്രിലിന് റെന്റ് കൊടുക്കാനാവുമ്പോൾ നമ്മൾ എന്ത് എൻട്രി പാസ് ചെയ്യണം, ഏതൊക്കെ ലെഡ്ജേഴ്സിനെ എഫക്ട് ചെയ്യും? ഒന്ന്, നമ്മൾ ആ എക്സ്പെൻസ് ബുക്ക് ചെയ്യണം, റെന്റിനെ എഫക്ട് ചെയ്യും. പിന്നെ എന്തുണ്ട്, നമ്മൾ ഓൾറെഡി ഒരു അസറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ. അഡ്വാൻസ് റെന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു, അല്ലെങ്കിൽ പ്രീപെയ്ഡ് റെന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അസറ്റ് കൊടുക്കാനായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും കുറയും. അപ്പൊ രണ്ട് അക്കൗണ്ടിനെ എഫക്ട് ചെയ്യുന്നത് ഒന്ന് റെന്റ്, ഒന്ന് പ്രീപെയ്ഡ് റെന്റ്. ഓക്കെ, റെന്റ് എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്. അഡ്വാൻസ് റെന്റ്, അഡ്വാൻസ് ആയിട്ട് നമ്മൾ എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ്, ഒരു അസറ്റ് ആണ്. ഓക്കെ, റെന്റ് എക്സ്പെൻസ് എന്ത് ചെയ്യും, പേ ചെയ്യാനാവുമ്പോൾ ഇൻക്രീസ് ചെയ്യും. പ്രീപെയ്ഡ് റെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, പേ ചെയ്യാനാവുന്നതോട് കൂടി ആസറ്റ് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. ഓക്കെ, ഇവിടെ ജസ്റ്റ് എക്സ്പെൻസ് ഇൻക്രീസ് ആണ്. ഓക്കെ, ദെൻ നമ്മൾ എന്തുണ്ട്, എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെബിറ്റ്, ദെൻ അസറ്റ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ക്രെഡിറ്റ്. അവർ ജേണൽ എൻട്രി വിൽ ബി 31st ഏപ്രിലിന് കൊടുക്കാനാവുമ്പോൾ നമ്മൾ ജേണൽ എൻട്രി എന്തായിരിക്കും, റെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു പ്രീപെയ്ഡ് റെന്റ് അക്കൗണ്ട്. ക്ലിയർ? ഓക്കെ, റൈറ്റ്. സോ അപ്പോൾ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? ഇപ്പൊ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് പ്രീപെയ്ഡ് ഓർ അഡ്വാൻസ് ആയിട്ട് ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യും. അതേപോലെ അഡ്വാൻസ് ആയിട്ട് നമ്മൾ എക്സ്പെൻസ് ഇൻകർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ട്രീറ്റ് ചെയ്യും. പ്രീപെയ്ഡ് അഡ്വാൻസ് ആയിട്ട് നമുക്ക് ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ ഒരു ലാബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യും. അഡ്വാൻസ് ആയിട്ട് പ്രീപെയ്ഡ് ആയിട്ട് നമുക്ക് എക്സ്പെൻസ് ഇൻകർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യും, പേ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് ഔട്ട്സ്റ്റാൻഡിങ് അല്ലെങ്കിൽ പ്രൊവിഷൻ അല്ലെങ്കിൽ അക്രോഡ് എന്നീ വേർഡ് യൂസ് ചെയ്യാം. ഇതിനൊക്കെ മീനിങ് സെയിം ആണ്. ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുണ്ട്, പക്ഷെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടില്ല. അതിനാണ് നമ്മൾ എന്താ പറയാ, ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയും. ആയിട്ടുണ്ട്, കിട്ടാനായിട്ടുണ്ട് അല്ലെങ്കിൽ കൊടുക്കാനായിട്ടുണ്ട്, പക്ഷെ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ കിട്ടിയിട്ടില്ല. അതിനാണ് നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് അല്ലെങ്കിൽ പ്രൊവിഷൻ അല്ലെങ്കിൽ അക്രോഡ് എന്ന് പറയും. ഓക്കെ, ഇനി നമുക്ക് ഇൻകം കിട്ടാനായിട്ടുണ്ട്, പക്ഷെ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, കിട്ടിയിട്ടില്ല. അതിന് നമ്മൾ എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, അസറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. കിട്ടാനുണ്ട് ഇൻകം, അതിന് നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം, അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, സോൾഡ് ഗുഡ്സ് ടു രാം ബട്ട് ദി എമൗണ്ട് നോട്ട് റിസീവ്ഡ് ഇൻ ദാറ്റ് ഇയർ. നമ്മളൊരു ഗുഡ്സ് റാമിന് സെയിൽ ചെയ്തു. ഓക്കെ, നമ്മളൊരു ഗുഡ്സ് റാമിന് സെയിൽ ചെയ്തു,
പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, ആ എമൗണ്ട് നമുക്ക് ഇതുവരെ ആ ഒരു ഇയറിൽ കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മൾ എന്താണ് റെക്കോർഡ് ചെയ്യുക? ഒന്ന് ഇവിടെ സെയിൽ നടക്കുന്നുണ്ട് അല്ലെ, ഒന്ന് സെയിൽ അക്കൗണ്ടിനെ എഫക്ട് ചെയ്യും. ദെൻ എന്തുണ്ട്, റാം നമുക്ക് ക്യാഷ് തരാനുണ്ട്. ഓക്കെ, ഔട്ട്സ്റ്റാൻഡിങ് എങ്ങാണ് കിട്ടാനുണ്ട്. അത് നമ്മളെ സംബന്ധിച്ച് എന്തായിരിക്കും, ഒരു അസറ്റ് ആയിരിക്കും. ഓക്കെ, ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം അസറ്റ് ആയിരിക്കും. ദെൻ സെയിൽ എന്താണ് നമ്മളെ സംബന്ധിച്ച്, ഇൻകം ആണ്. സോ അസറ്റ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. കിട്ടാനായിട്ടില്ലേ, നമ്മൾ അസറ്റ് ഇൻക്രീസ് ചെയ്യും. ദെൻ സെയില് ഓക്കെ, ഇൻകം എന്ത് ചെയ്യുന്നുണ്ട്, ഓഫ് കോഴ്സ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അസറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെബിറ്റ്, ഓക്കെ സോറി ഇവിടെ ഡെബിറ്റ് ആണ്, മിസ്റ്റേക്ക് ആണ്. ഇവിടെ അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യുന്നു, ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പൊ അവിടെ ജേണൽ എൻട്രി എന്തായിരിക്കും, ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ്. ഓക്കെ, കിട്ടാനായിട്ടുണ്ട്, നമ്മൾ ഇൻകം ബുക്ക് ചെയ്യുന്നുണ്ട്, സെയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻകം ബുക്ക് ചെയ്യുന്നുണ്ട്. ഒന്നും വേണ്ട, ജസ്റ്റ് ഒരു ലോജിക്ക് ആലോചിച്ചാൽ മതി. പൈസ കിട്ടിയിട്ട് നമ്മൾ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ജേണൽ എൻട്രി ഇടുക? നമ്മൾ ക്യാഷ് സെയിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ജേണൽ എൻട്രി നമ്മളോട്, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ് അക്കൗണ്ട്. ഇവിടെ ക്യാഷ് കിട്ടുന്നുണ്ടോ? ഇല്ല, കിട്ടാനാണ്. അത് നമ്മളെ സംബന്ധിച്ച് ഒരു അസറ്റ് ആണ്. അതാണ് നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ്. ഓക്കെ റൈറ്റ്, നമ്മൾ ഫസ്റ്റ് ലെവലിന് എന്ത് ചെയ്തു, സെയിൽ ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാണ്, ആ എമൗണ്ട് കിട്ടുമ്പോൾ നമ്മൾ എന്തൊരു ജേണൽ എൻട്രി പാസ് ചെയ്യും? നമുക്ക് ക്യാഷ് കിട്ടുകയാണ്, ബാങ്കിലൂടെയാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ജേണൽ എൻട്രി, ഏതൊക്കെ അക്കൗണ്ടിനെ എഫക്ട് ചെയ്യും? ഒന്ന് ബാങ്കിൽ ക്യാഷ് വരുമ്പോൾ ബാങ്ക് അക്കൗണ്ടിനെ എഫക്ട് ചെയ്യും. ദെൻ എന്തുണ്ട്, ഇൻകം റിസീവ്ഡ് ഫ്രം റാം. നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, കിട്ടാനുണ്ട് ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം എന്ന് പറഞ്ഞിട്ട് ഒരു അസറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടില്ലേ? ക്യാഷ് കിട്ടുന്നതോട് കൂടി ഈ അസറ്റ്സ് അവിടുന്ന് എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം. ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ട് എഫക്ട് ചെയ്യും. ഓക്കെ, ബാങ്ക് എന്ന് പറയുന്നത് എന്താണ്, അസറ്റ് ആണ്. ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു അസറ്റ് അക്കൗണ്ട് ആണ്. അതെന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. ബാങ്കിൽ ക്യാഷ് വരുന്നതോട് കൂടി എന്തായി, ബാങ്കിന്റെ ബാലൻസ് ഇൻക്രീസ് ചെയ്യും. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ്, ദെൻ ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ്. ഓക്കെ, സി lot of mistake are there, extremely sorry. ജേണൽ എൻട്രീസ് എല്ലാം പക്കയാണ്, ജസ്റ്റ് അതിൽ എഡിറ്റിംഗിൽ വന്നിട്ടുള്ള മിസ്റ്റേക്ക് ആണ്. ഓക്കെ, സോ ജേണൽ എൻട്രി വിൽ ബി ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം അക്കൗണ്ട്. ഓക്കെ, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം അക്കൗണ്ട്. ഓക്കെ റൈറ്റ്. ദെൻ നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ കൂടെ എടുക്കാം. പ്രൊഫഷണൽ സർവീസസ് പ്രൊവൈഡഡ് ടു കസ്റ്റമർ ബട്ട് എമൗണ്ട് നോട്ട് റിസീവ്ഡ് ₹20,000. നമ്മളൊരു കസ്റ്റമറിന് ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്തു. ഓക്കെ, കൺസൾട്ടൻസി സർവീസ് പ്രൊവൈഡ് ചെയ്തു. പക്ഷെ നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, ഇതുവരെ എമൗണ്ട് കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, എന്താണ്, ഏതൊക്കെ അക്കൗണ്ടിനെ എഫക്ട് ചെയ്യും? ഒന്ന് നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം ആണ്, നമ്മളെ സംബന്ധിച്ച് അസറ്റ് ആണ്. ഓക്കെ, പിന്നെ എന്തുണ്ട്, നമുക്ക് അവിടെ ഇൻകം പ്രൊഫഷണൽ ഫീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻകം ഉണ്ട്. ഓക്കെ, നമ്മൾ അസറ്റ് എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. ഇൻകം എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. ഡെബിറ്റ് ചെയ്യുന്നു, ഔട്ട്സ്റ്റാൻഡിങ് ഇൻകത്തിനെ ഡെബിറ്റ് ചെയ്യുന്നു, പ്രൊഫഷണൽ ഫീയെ ക്രെഡിറ്റ് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് ഇൻകം കിട്ടാനുണ്ട്, ഒരു അസറ്റിന് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു, നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നല്ലോ. അപ്പൊ നമ്മുടെ ഇൻകം നമ്മൾ ഇൻക്രീസ് ചെയ്യണം. ദെൻ പ്രൊഫഷണൽ ഫീ അക്കൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ റൈറ്റ്, നിങ്ങളെല്ലാവരും ഓരോ ജേണൽ എൻട്രീസും നോട്ടിൽ ക്ലിയർ ആയിട്ട് എഴുതിക്കൊണ്ട് തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ എഫക്റ്റീവ്നെസ് നിങ്ങൾക്ക് മുഴുവനായിട്ട് കിട്ടില്ല. ഓക്കെ, ഇപ്പൊ നമ്മൾ അവിടെ എന്തുണ്ടായിരുന്നു, കിട്ടാനുള്ളതായിട്ട് ബുക്ക് ചെയ്തു. ഇനി കിട്ടുമ്പോൾ നമ്മൾ എന്ത് ജേണൽ എൻട്രി ആണ് പാസ് ചെയ്യുക? ഒന്ന് നമ്മുടെ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം ഉണ്ട് അല്ലെ, അവിടെ നമ്മളൊരു അസറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ അസറ്റ് എന്ത് ചെയ്യണം, കുറക്കണം. അതേപോലെ തന്നെ ബാങ്കിൽ ക്യാഷ് കിട്ടുമ്പോൾ ബാങ്കിന്റെ ബാലൻസ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. സോ അവർ ജേണൽ എൻട്രി വിൽ ബി ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ്. ബാങ്കിൽ ക്യാഷ് വന്നു, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ്. നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം ഉണ്ട്, ഒരു അസറ്റ് അവിടെ ഉണ്ട്. ആ അസറ്റ് ഇങ്ങനെ ഉണ്ടോ, ക്യാഷ് കിട്ടുന്നതോട് കൂടി ആ അസറ്റ് ഇല്ലാണ്ടായില്ലേ. സോ ടു ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം അക്കൗണ്ട്. ഓക്കെ റൈറ്റ്. ദെൻ ലാസ്റ്റ് ഇപ്പൊ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു, ഒന്നും മറന്നു പോകരുത്. നമ്മൾ പ്രീപെയ്ഡ് ഓർ അഡ്വാൻസ് ഇൻകം എക്സ്പെൻസ് ഡിസ്കസ് ചെയ്തു. ഇനി ഔട്ട്സ്റ്റാൻഡിങ് അല്ലെങ്കിൽ പ്രൊവിഷൻ അല്ലെങ്കിൽ അക്രൂഡ് ഇൻകം ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് എന്തും കൂടെ ഉണ്ട്, എക്സ്പെൻസും കൂടെ ഉണ്ട്. ഓക്കെ, നമ്മളൊരു എക്സ്പെൻസ്
കൊടുക്കാനായിട്ടുണ്ട്, ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്, കൊടുക്കാനായിട്ടുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഇതുവരെ കൊടുത്തിട്ടില്ല. എന്നാലും നമ്മൾ എന്ത് ചെയ്യണം, ആ പീരിയോഡിൽ റെക്കോർഡ് ചെയ്യണം. സോ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അത് എന്തായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക, ലാബിലിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ റെന്റ് കൊടുക്കാനായിട്ടുണ്ട്, അല്ലെങ്കിൽ സാലറി കൊടുക്കാനായിട്ടുണ്ട്, ഇതുവരെ നമ്മൾ കൊടുത്തിട്ടില്ല. സ്വാഭാവികമായിട്ടും നമ്മളെ സംബന്ധിച്ച് അതെന്താണ്, അസറ്റ് ആണോ ലാബിലിറ്റി ആണോ? നമ്മളെ സംബന്ധിച്ച് ലാബിലിറ്റി ആണ്. അപ്പോ എന്തായിരിക്കും എൻട്രി വരിക? ഇപ്പൊ ഒരു സാലറി, ഏപ്രിൽ മന്തിന്റെ സാലറി 31 ഏപ്രിലിന് നമ്മൾ എന്ത് ചെയ്തു, കാൽക്കുലേറ്റ് ചെയ്തു, മൊത്തം 50,000 കൊടുക്കാനുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മൾ കൊടുക്കുന്നത് ഏപ്രിൽ മന്തിലല്ല, മെയ് മന്തിലാണ് നമ്മൾ പേ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് അങ്ങനല്ല, നമ്മൾ ഏപ്രിൽ മന്തിന്റെ എല്ലാ കമ്പ്യൂട്ടേഷൻ ഒക്കെ കഴിഞ്ഞു, മെയ് മന്ത് 5th ഫസ്റ്റോ സെക്കൻഡോ ഫസ്റ്റ് വീക്ക് നമ്മൾ എന്ത് ചെയ്യും, പേ ചെയ്യും. അങ്ങനെ ആവുമ്പോൾ എന്താണ് ജേണൽ എൻട്രി വരിക? ഏതൊക്കെ അക്കൗണ്ടിനെ എഫക്ട് ചെയ്യും? ഒന്ന്, നമ്മുടെ സാലറി എക്സ്പെൻസ് ആണ്, കൊടുത്താലും ഇല്ലെങ്കിലും ഇൻകർ ചെയ്തു, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ബുക്ക് ചെയ്യണം. ദെൻ ഔട്ട്സ്റ്റാൻഡിങ് സാലറി, നമുക്ക് അവിടെ നിന്നുണ്ട് ഒരു ലാബിലിറ്റി ആണ്, കൊടുക്കാനുള്ളതായിട്ട് ബുക്ക് ചെയ്യണം. ഓക്കെ, സോ എക്സ്പെൻസ് എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു, ദെൻ ലാബിലിറ്റിയും ഇൻക്രീസ് ചെയ്യുന്നു, കൊടുക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ജേണൽ എൻട്രി എന്തായിരിക്കും, 31 ഏപ്രിൽ ആവുമ്പോൾ സാലറി അക്കൗണ്ട് ഡെറ്റഡ് ടു ഔട്ട്സ്റ്റാൻഡിങ് സാലറി അക്കൗണ്ട്. ഇതൊക്കെ ഏത് ബിസിനസ്സിലും വരാവുന്ന ട്രാൻസാക്ഷൻ ആണ്. എപ്പോഴാണ് ഈ ഔട്ട്സ്റ്റാൻഡിങ് സാലറി ഇല്ലാണ്ടിരിക്കുക? ഒരേ ഒരു സിറ്റുവേഷൻ, എല്ലാ മന്തിലും ആ മന്തിന്റെ എൻഡ് തന്നെ, അതേ മന്ത് തന്നെ ആ മന്തിന്റെ സാലറി കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ എൻട്രിയുടെ ആവശ്യമില്ല. 99% കമ്പനീസും എന്താ ചെയ്യുന്നത്, ഇന്ത്യൻ കമ്പനീസ് ഒക്കെ ഈ ഒരു ഏത് മന്തിന്റെ സാലറിയും നെക്സ്റ്റ് മന്തിലാണ് എന്ത് ചെയ്യുന്നത്, പേ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, റൈറ്റ്. സോ അപ്പൊ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സിറ്റുവേഷനിലും എല്ലായിടത്തും ഈ ഒരു എൻട്രീസ് പ്രോപ്പർ ആയിട്ട് വരണം. ഓക്കെ, അപ്പൊ ഓരോ മന്തിലും ആ മന്തിന്റെ എല്ലാ എക്സ്പെൻസും ആ മന്തിൽ തന്നെ വരണം. അതെങ്ങനെയാണ് എക്സ്പെൻസുകൾ ബുക്ക് ചെയ്യുക? ആ മന്തിലുള്ള എക്സ്പെൻസ് പേ ചെയ്താലും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം. ഇനി സപ്പോസ് പേയ്മെന്റ് പെൻഡിങ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പെൻസ് ബുക്ക് ചെയ്യണം. അതേപോലെ തന്നെ ഈ കൊടുക്കാനുള്ളതായിട്ടുള്ള ലാബിലിറ്റിയും ബുക്ക് ചെയ്യണം. ഓക്കെ, ഇത് എൻട്രിനോട് കൂടി എന്തായി, നമ്മുടെ എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്തു, ദെൻ നമ്മൾ കൊടുക്കാനുള്ള നമ്മുടെ ലാബിലിറ്റിയും ഇൻക്രീസ് ചെയ്തു. ഓക്കെ, റൈറ്റ്. ഇതോടുകൂടി എന്താണ് എഫക്ട് വരുന്നത്, ഏപ്രിൽ മന്തിന്റെ എക്സ്പെൻസ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഏപ്രിൽ മന്തിന്റെ മുഴുവൻ സാലറിയും P&L വന്നു. ഓക്കെ, നമ്മുടെ കാൽക്കുലേഷനിൽ ഈ ഒരു എൻട്രിനോട് കൂടി ഏപ്രിൽ മന്തിന്റെ സാലറി വന്നു, നമ്മൾ കൊടുക്കാനുള്ളതായിട്ട് ബുക്ക് ചെയ്തു. ഇനി നമ്മൾ സാലറി പേ ചെയ്യുന്നത് മെയ് മന്തിലായിരിക്കും. ഓഫ് കോഴ്സ് നമ്മൾ കാൽക്കുലേഷൻ ഒക്കെ ഏപ്രിൽ മന്തിന്റെ കംപ്ലീറ്റ് ചെയ്തു, മെയ് 5th ആണ് നമ്മൾ പേയ്മെന്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, പേയ്മെന്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് എൻട്രി ഇടുക? ഓഫ് കോഴ്സ് ബാങ്ക് എന്നാണ് പേ ചെയ്യുന്നതെങ്കിൽ ബാങ്കിന്റെ അക്കൗണ്ടിനെ ബാധിക്കും. ദെൻ ഓൾറെഡി നമ്മൾ സാലറി കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ലാബിലിറ്റി അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ലാബിലിറ്റി കൊടുക്കുന്നതോട് കൂടി ആ ലാബിലിറ്റി ഇല്ലാണ്ടാവുമല്ലേ. സോ ഔട്ട്സ്റ്റാൻഡിങ് സാലറിയെ ബാധിക്കും, ബാങ്കിനെയും ബാധിക്കും. ഓക്കെ, ബാങ്ക് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് അസറ്റ് ആണ്, ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ന് പറയുന്നത് എന്താണ്, ഒരു ലാബിലിറ്റി ആണ്. ഓക്കെ, അസറ്റ് ഇവിടെ എന്ത് ചെയ്യുന്നു, ബാങ്കിൽ നിന്ന് ക്യാഷ് ബാലൻസ് കുറയല്ലേ, അപ്പൊ അതെന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു. ദെൻ ലാബിലിറ്റി, നമ്മൾ ഓൾറെഡി കൊടുക്കാനുള്ളതായിട്ട് ഒരു ലാബിലിറ്റി അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, കൊടുക്കുന്നതോട് കൂടി എന്തായി, ആ ലാബിലിറ്റി ഇല്ലാണ്ടാവുകയാണ്. ഓക്കെ, സോ നമുക്കറിയാം ലാബിലിറ്റി ഡിക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യുന്നു, അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുന്നു. സോ എൻട്രി വിൽ ബി ഔട്ട്സ്റ്റാൻഡിങ് സാലറി അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട് 50,000. എന്തുകൊണ്ടാണ് ഞാൻ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത്? നിങ്ങളൊരു ജൂനിയർ അക്കൗണ്ടന്റ് പൊസിഷനിൽ ഒരു അക്കൗണ്ടിങ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 90% നിങ്ങളോട് ചോദിക്കും എന്ത്, ജേണൽ എൻട്രി പാസ് ചെയ്യാനായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. ഈ ജേണൽ എൻട്രി പാസ് ചെയ്യാൻ ചോദിക്കുമ്പോൾ എനിവേ അക്രൂവൽ കൺസെപ്റ്റില് ഏതെങ്കിലും ഒരു ജേണൽ എൻട്രി നിങ്ങളോട് ചോദിക്കുന്നുണ്ടായിരിക്കും. അത് മേ ബി ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആയിരിക്കും, ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം ആയിരിക്കും, മേ ബി പ്രീപെയ്ഡ് ഇൻകം ആയിരിക്കും, പ്രീപെയ്ഡ് എക്സ്പെൻസ്. ഇതിന്ന് ഏതെങ്കിലും ഒരു ജേണൽ എൻട്രി നിങ്ങൾക്ക് 100% എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ഏത് ജേണൽ നിങ്ങൾ ഇവിടുന്ന് മക്കപ്പ് ചെയ്ത് പോയിട്ട് കാര്യമില്ല. ഏത് സിറ്റുവേഷൻ ആണ് അവർ തരിക എന്നുള്ളത് നിങ്ങൾക്ക് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. വൺസ് നിങ്ങൾ കോൺസെപ്റ്റ് ക്ലിയർ ആണ് എന്നുണ്ടെങ്കിൽ ഏത് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജേണൽ എൻട്രി പാസ് ചെയ്യാൻ പറ്റും. ഓക്കെ, റൈറ്റ്. ഇനി നെക്സ്റ്റ് ഒന്നും കൂടെ ഡിസ്കസ് ചെയ്യാം. ഔട്ട്സ്റ്റാൻഡിങ് യൂട്ടിലിറ്റി ബിൽ. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഇലക്ട്രിസിറ്റി ഉണ്ട് നോക്കാം, അല്ലെങ്കിൽ നമ്മുടെ വാട്ടർ ബില്ല് ഉണ്ട് നോക്കാം. ഇനി യൂട്ടിലിറ്റി ബില്ല്
പെൻഡിങ് ആണ്. ജൂൺ മന്തിന്റെ നമ്മൾ 5,000 കൊടുക്കാനുണ്ട്. ഇതുവരെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, പേ ചെയ്തിട്ടില്ല. ജൂൺ മന്തിൽ നമ്മൾ പേ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ജൂൺ മന്തിന്റെ എല്ലാ എക്സ്പെൻസും ജൂൺ മന്തിൽ തന്നെ വരണ്ടേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ജൂൺ മന്തിൽ ഈ എക്സ്പെൻസ് ബുക്ക് ചെയ്യണം. എക്സ്പെൻസ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്ന് എന്ത് ചെയ്യണം, എക്സ്പെൻസിന്റെ എൻട്രി ഇടണം. ഒന്ന് യൂട്ടിലിറ്റി ബിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്പെൻസ് അക്കൗണ്ടിനെ എഫക്ട് ചെയ്യും. ദെൻ ഔട്ട്സ്റ്റാൻഡിങ് യൂട്ടിലിറ്റി ബിൽ. ഔട്ട്സ്റ്റാൻഡിങ് യൂട്ടിലിറ്റി ബിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മള് യൂട്ടിലിറ്റി ബില്ല് കൊടുക്കാനുണ്ട്, ഔട്ട്സ്റ്റാൻഡിങ് ആണ്. അത് നമ്മളെ സംബന്ധിച്ച് എന്താണ്, ഒരു ലയബിലിറ്റി ആണ്. സോ ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു, ദെൻ എക്സ്പെൻസ് ഓൾസോ ഇൻക്രീസസ്. ദെൻ എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ്, ദെൻ ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ്. അവർ ജേർണൽ എൻട്രി വിൽ ബി യൂട്ടിലിറ്റി ബിൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ഔട്ട്സ്റ്റാൻഡിങ് യൂട്ടിലിറ്റി ബിൽ അക്കൗണ്ട്. ഓക്കെ, 31st ജൂണിൽ നമ്മൾ എന്ത് ചെയ്തു, ഈ എൻട്രി പാസ് ചെയ്തു. അതോടുകൂടി നമ്മളെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്ത് വന്നു, യൂട്ടിലിറ്റി ബിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്പെൻസ് വന്നു. അതേപോലെ നമ്മൾ കൊടുക്കാനുള്ളതായിട്ടും വന്നു. ഓക്കെ, ദെൻ ജൂൺ മന്തിന് നമ്മൾ ഈ യൂട്ടിലിറ്റി ബില്ല് ജൂലൈ മന്തിന് ഓഫ് കോഴ്സ് പേ ചെയ്യാണെന്ന് വെക്കുക. പേ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ജേർണൽ എൻട്രി ആണ് ഇടുക, യൂട്ടിലിറ്റി ബിൽ. ഒന്ന് ഔട്ട്സ്റ്റാൻഡിങ് യൂട്ടിലിറ്റി ബിൽ, മുന്നേ നമ്മൾ കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ലാബിലിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ക്യാഷ് കൊടുക്കുന്നതോട് കൂടി എന്തായി, ആ ലാബിലിറ്റി ഡിക്രീസ്, ആ ലാബിലിറ്റിനെ എഫക്ട് ചെയ്യില്ലേ, ഓൾറെഡി ഉള്ള ലാബിലിറ്റി കൊടുക്കുന്നതോട് കൂടി കുറക്കണം. ഓക്കെ, സോ അതേപോലെ തന്നെ നമ്മുടെ ക്യാഷ് ബാലൻസും കുറയും. ദെൻ നമ്മുടെ ജേർണൽ എൻട്രി എന്തായിരിക്കും, ലാബിലിറ്റി ഡിക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യുക, അസെറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യുക. നമ്മുടെ ജേർണൽ എൻട്രി വിൽ ബി യൂട്ടിലിറ്റി ഔട്ട്സ്റ്റാൻഡിങ് യൂട്ടിലിറ്റി ബിൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. ഓക്കെ, പലപ്പോഴും പല ബിസിനസിന്റെയും അക്കൗണ്ടിങ് എന്ന് പറയുന്നത് പ്രോപ്പർ അല്ല. ഒരു പ്രോപ്പർ ഫിനാൻഷ്യൽസ് P&L കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ 90% ചാൻസും കിടക്കുന്നത് ഇവർ അക്രൂവൽ കൺസെപ്റ്റ് ഫോളോ ചെയ്യാത്തത് കൊണ്ടാണ്. അക്രൂവൽ കൺസെപ്റ്റ് ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു പ്രോപ്പർ ആയിട്ടുള്ള P&L കിട്ടില്ല. നമ്മുടെ പ്രോഫിറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ എങ്ങനെ പറ്റുക, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ ഫസ്റ്റ് മന്ത് ഒന്ന് ജസ്റ്റ് ലോജിക്ക് ആലോചിച്ച് നോക്കൂ. നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, നിങ്ങൾ എംപ്ലോയീസിന് എടുത്തു, വാടക കൊടുത്തു, എല്ലാം എടുത്തു, വാടകയ്ക്ക് ബിൽഡിംഗ് എടുത്തു, എല്ലാം തുടങ്ങി. നിങ്ങൾ തുടങ്ങിയതിന് ശേഷം ഇപ്പൊ ഫസ്റ്റ് ഏപ്രിൽ മന്തിൽ തന്നെയാണ് നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ഫിനാൻഷ്യൽ ഇയർ ബിഗിനിങ് തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ആ മന്തില് നിങ്ങൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ എംപ്ലോയീസിന് സാലറി കൊടുക്കാനുണ്ടാവും, റെന്റ് കൊടുക്കാനുണ്ടാവും, ഇലക്ട്രിസിറ്റി കൊടുക്കാനുണ്ടാവും. ഇതൊക്കെ നമ്മൾ ആ മന്ത് തന്നെ കൊടുക്കുക. എനിവേ മിക്കവാറും കേസിലൊക്കെ ആ മന്ത് നമ്മൾ ഓക്കെ ഏപ്രിൽ മന്ത് 31st ആവുമ്പോൾ നമ്മൾ അറ്റൻഡൻസ് നോക്കി, ഇവർക്ക് കൊടുക്കാനുള്ള എന്തൊക്കെ ബെനിഫിറ്റ്സ് നോക്കി, എല്ലാം പേറോളൊക്കെ പ്രിപ്പയർ ചെയ്ത് എന്നിട്ടല്ലേ നമ്മൾ പേ ചെയ്യുന്നുണ്ടാവുള്ളൂ. നമ്മൾ അതേ 31st ഏപ്രിൽ തന്നെ നമ്മൾ പേ ചെയ്യാൻ ചാൻസ് ഉണ്ടോ? ഇല്ല. നമ്മൾ മെയ് മന്തിലായിരിക്കും ഉണ്ടാവുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആ പീരിയഡിൽ നമ്മൾ എൻട്രി ഇട്ടിട്ടില്ല, ഏപ്രിൽ മന്തിൽ നമ്മൾ കൊടുക്കാനുള്ളതായിട്ട് എൻട്രി ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ മന്തിൽ എന്തുണ്ടായിരിക്കും, നമുക്ക് ഹ്യൂജ് പ്രോഫിറ്റ് കാണിക്കും. എന്തുകൊണ്ടാ, നമ്മൾ ഏപ്രിൽ മന്തിൽ എക്സ്പെൻസുകളൊന്നും ബുക്ക് ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, എക്സ്പെൻസുകളൊന്നും ബുക്ക് ചെയ്തിട്ടുണ്ടാവില്ല. നമ്മൾ പേ ചെയ്യുമ്പോഴാണ് ബുക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ എന്തായിരിക്കും സംഭവിക്കുക, ഏപ്രിൽ മന്തിൽ കാര്യമായിട്ട് റെന്റ് വരില്ല, സാലറി വരില്ല, ബാക്കിയുള്ള യൂട്ടിലിറ്റി എക്സ്പെൻസ് കാര്യങ്ങളൊന്നും വരില്ല. എന്തില്ല, നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് എൻട്രി പാസ് ചെയ്തിട്ടില്ല എന്നുള്ളത്. അപ്പൊ പ്രോപ്പർ അക്രൂവൽ കൺസെപ്റ്റ് അപ്ലൈ ചെയ്യാണ്ട് നമുക്ക് ഒരിക്കലും എന്ത് കിട്ടില്ല, ഒരു പ്രോപ്പർ P&L, നമ്മുടെ പ്രോഫിറ്റബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഒരിക്കലും ക്യാഷ് വന്നോ പോയോ എന്നുള്ളതിന്റെ ബേസിൽ മാത്രമല്ല എന്ത് ചെയ്യേണ്ടത്, അക്കൗണ്ടിങ് ചെയ്യേണ്ടത്. ഓക്കെ, ക്യാഷ് കിട്ടാനുണ്ട് അല്ലെങ്കിൽ കൊടുക്കാനുണ്ട്, ഈ സിറ്റുവേഷനിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പർ ആയിട്ട് അക്കൗണ്ടിങ് ചെയ്യണം. ഒന്നും നോക്കണ്ട, ഒരു പെർട്ടിക്കുലർ പീരിയഡ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ പീരിയഡിലെ എല്ലാ ഇൻകംസും എല്ലാ എക്സ്പെൻസും ആ പെർട്ടിക്കുലർ പീരിയഡിൽ ബുക്ക് ആയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇതിന് വലിയ ലോജിക്കിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം. ഓക്കെ, ഇപ്പൊ ഒരു മന്ത് കഴിഞ്ഞു. ഓക്കെ, ജൂൺ മന്ത് കഴിഞ്ഞു. ഓക്കെ, ജൂൺ മന്തില് എല്ലാ ഇൻകം ആ പീരിയഡിൽ ബുക്ക് ആയിട്ടുണ്ടോ നോക്കണം. എല്ലാ എക്സ്പെൻസും ആ പീരിയഡിൽ ബുക്ക് ആയിട്ടുണ്ടോ നോക്കണം. ആ ഇൻകം ജനറേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള എല്ലാ എക്സ്പെൻസുകളും ആ പീരിയഡിൽ ബുക്ക് ആയിട്ടുണ്ടോ എന്നുള്ളത് എൻഷുർ ചെയ്യണം. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ബുക്ക് ചെയ്തിരിക്കണം.
എന്നാൽ മാത്രമേ പ്രോപ്പർ P&L കിട്ടുള്ളൂ. ഓക്കെ, അല്ലാണ്ട് നമ്മൾ ജസ്റ്റ് ക്യാഷ് വന്നതിന്റെയും പോയതിന്റെയും എൻട്രീസ് മാത്രം പാസ് ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും എന്ത് കിട്ടില്ല, പ്രോഫിറ്റബിലിറ്റി P&L പ്രോപ്പർ ആയിട്ട് കിട്ടില്ല. ഓക്കെ, ഹോപ്പ് യു ആർ ക്ലിയർ. സി ഈ ഒരു പിക്ചർ, ജസ്റ്റ് സെക്കൻഡ്, ഈ ഒരു ഡയഗ്രാം നിങ്ങളെ നോട്ടിൽ വളരെ വൃത്തിയായിട്ട് അടിപൊളിയായിട്ട് എഴുതി വെക്കുക. നിങ്ങൾക്ക് എപ്പോൾ ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിലും ഇത് ബൈ ഹാർട്ട് ചെയ്യണ്ട, ബട്ട് നിങ്ങൾ എന്ത് വേണം, കൺസെപ്റ്റ് മനസ്സിലാക്കുക. ഓക്കെ, ഒരു ജേർണൽ എൻട്രി തരുമ്പം അതിൽ പ്രീപെയ്ഡ് ആണോ എന്ന് എഴുതിയത് അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആണെന്ന് എഴുതിയതിന്മേലല്ല നോക്കേണ്ടത്. അവിടെ ആക്ച്വലി ആദ്യം ചെയ്യേണ്ടത് ജേർണൽ എൻട്രി തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ജേർണൽ എൻട്രി എന്താന്നുള്ളത് മനസ്സിലാക്കുകയാണ്. ഓക്കെ, ആദ്യം മനസ്സിലാക്കേണ്ടത് അവിടെ എന്താ സംഭവിച്ചത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക, എന്നിട്ട് മാത്രം ചെയ്യാം. അല്ലാണ്ട് അവിടെ പ്രീപെയ്ഡ് തന്നിട്ടുണ്ട്, അവിടെ അല്ലെങ്കിൽ അഡ്വാൻസ് തന്നെ അല്ലെങ്കിൽ അപ്രൂവ്ഡ് തന്നിട്ടുണ്ട് എന്നല്ല നോക്കേണ്ടത്. ക്വസ്റ്റ്യനിൽ ആ വേർഡ് ഉണ്ടെന്നല്ല നോക്കേണ്ടത്, അവിടെ എന്താണ് ആക്ച്വലി സംഭവിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് മാത്രം എന്ത് ചെയ്യുക, ജേർണൽ എൻട്രി പ്രാക്ടീസ് ചെയ്യുക. ഈ ഒരു നോട്ട്, ഈ ഒരു പിക്ചർ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് നോട്ടിൽ കോപ്പി ചെയ്യുക. ഓക്കെ.